പാരൻറ്റിങ് എന്നത് വലിയൊരു വിഷയമാണ്, കടൽ പോലെ വിശാലമായ വിഷയം. പലപ്പോൾ നമുക്ക് വിഷമമുണ്ട്, നമ്മൾ കുട്ടി എന്താവും, എങ്ങനെയാവും, എങ്ങനെ വളർത്തും, ശരിയാവുമോ, ഞാൻ വിചാരിച്ചിടത്തേക്ക് എത്തുമോ, അങ്ങനെ പല വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. അപ്പോൾ ഇവിടെ പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 3-4 പോയിൻറ്റുകൾ നിർത്തിയാണ് ഞാൻ സംസാരിച്ചത്. വലിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് എത്ര മൊബൈൽ നൽകാം, എങ്ങനെ കൊടുക്കാം, എങ്ങനെ അതിൻ്റെ ഉപയോഗം പരമാവധി കുറക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായി എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് മാത്രം എങ്ങനെ നോക്കിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാം, അങ്ങനെയുള്ള കാര്യമാണ് ഒന്ന്. രണ്ടാമത് അവർക്ക് സാന്നിധ്യം നൽകുക, നമ്മുടെ സാന്നിധ്യം. നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകാനും പൈസ നൽകാനും ഒരുപാട് ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുക്കാനൊക്കെ നമ്മൾ റെഡിയാണ്. പക്ഷേ അവർ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ, മുഖത്തോട് മുഖം നോക്കി അവരുടെ സംസാരങ്ങൾ കേൾക്കാൻ, ആ സംസാരത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ, നല്ല നല്ല പോയിൻറ്റുകൾ പറഞ്ഞു കൊടുക്കാൻ, അവർ പറയുമ്പോൾ അത് കേൾക്കാൻ, അവരുടെ പരാതികൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ, അതിൻ്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കണം. അതുപോലെ പലപ്പോഴും പല മാതാപിതാക്കൾ കളിക്കാൻ വരെ അനുവദിക്കില്ല. പക്ഷേ അതിലൂടെ വലിയ പാഠങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. സ്വന്തം മൂല്യത്തിന് വേണ്ടി കാത്തുനിൽക്കുക, കൂട്ടമായി തീർന്നാൽ വിജയമുണ്ടാകുമെന്ന പാഠം, അതുപോലെ പരാജയം വിജയമുണ്ടാകും, അതുപോലെ ചെറിയ ചില വേദനകൾ, കാലും കൈയൊക്കെ അവിടെ ഇവിടെ കുത്തുകയും ഒളുക്കുകയും ചില പ്രയാസങ്ങൾ, വിഷമങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അത് തരണം ചെയ്യേണ്ട മുന്നോട്ട് പോകേണ്ടതെന്നുള്ള പാഠം അതിലൂടെ ലഭിക്കും. അവർ സ്വയം കണ്ടെത്തണം അവരുടെ കഴിവ്. അത് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം അവർക്ക് ഇന്ന കഴിവ് നിനക്കുണ്ടെന്ന്. പക്ഷേ അതിലൂടെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നീ ഡോക്ടറാണോ, നീ എഞ്ചിനീയറാണോ, നീ വക്കീലാണോ, നീ ഫാർമസിസ്റ്റാണോ, നീ നഴ്സാണോ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുകയല്ല. അതുപോലെ നമ്മുടെ ആദർശം, നീ BJP ആണോ, നീ മാർക്സിസ്റ്റാണോ, നീ ഇന്ന പാർട്ടിക്കാരനാണോ, ഇന്ന പാർട്ടിയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും അടിച്ചേൽപ്പിക്കരുത്. മറിച്ച് അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും ഉൾക്കൊള്ളാനും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാം വ്യത്യസ്തരാണ്. നമ്മളെ കണ്ണ് വ്യത്യസ്തമാണ്, ഫിംഗർ വ്യത്യസ്തമാണ്. അതുപോലെ ഓരോ ആളുകളും ഒരു പ്രത്യേക ശില്പി പോലെ എല്ലാം വ്യത്യസ്തരാണ്. അവരുടെ ഉള്ളിലെ കഴിവ് അവർ കണ്ടെത്തുകയും അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് അവരെ ബിൽഡ് ചെയ്യുകയും വേണം. അവരുടെ കഴിവ്, അതിനനുസരിച്ച് അവരുടെ ആഗ്രഹം, അതൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ഇതൊക്കെ നോക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള വലിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വലിയ വീഡിയോ കാണാം. അതുപോലെ നല്ല രീതിയിൽ നമ്മളെ മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ.